ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. വിസ്മയിപ്പിച്ച വിരുന്ന സൽക്കാരം. ഇതാണ് എൻ്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്. അതിശക്തമായ വിശപ്പും സഹിച്ച് അവർ യുദ്ധമുഖത്തിൽ കിടന്നു കീറുകയായിരുന്നു. ഈ രംഗം കണ്ട് ജാബിർ ഒട്ടും സഹിച്ചില്ല. ജാബിർ എന്ത് ചെയ്തെന്ന കൂട്ടുകാരെ വേഗം ഒരു ആട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പുമായി സങ്കല്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല! പരിഭ്രമത്തോടുള്ള വിളി കേട്ട് തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വന്നു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശക്കുന്നു, പോയി ഭക്ഷണം ഉണ്ടാക്ക. ജാബിർ കത്തി മൂർച്ചയാക്കി ആടിഞ്ഞറുത്തു. അതിവേഗം തിരുനബിയെ ക്ഷണിക്കാൻ അവിടുത്തെ ചാടിയിലേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ അറിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്നോ? ജാബിർ ആട്ടിനേർക്കുന്ന രംഗം തൻ്റെ 4ഉം 2ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കിക്കണ്ടിരിക്കുകയാണ്. മൂത്തവൻ അനിയനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുക്കേട്ടെ? എന്താ അറവെന്നോ എന്താ മരണമെന്നോ ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പിഞ്ചു മക്കളാണല്ലോ. അങ്ങനെ മൂത്ത മകൻ ഇളയ മകനെ മലത്തിക്കിടത്തി അറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്! തൻ്റെ പിഞ്ചുകത്തിന് നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാഞ്ഞു വയ്ക്കുന്നു. കൃഷികൾ വെളിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണ് ഇക്കാക്കയെ ദയനീയമായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ മൂത്തവൻ തിടുക്കത്തിൽ നിന്ന് അവിടം ഓടുന്നിടെ കൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിൽ തന്നെയാണ് ജേക്ഷനും വിട പറഞ്ഞു. മരണത്തിൻ്റെ ഇരുള് നിറഞ്ഞ പാതിയിലേക്ക് ഒരു വീട്ടിൽ 2 മക്കൾ ഒരേ സമയം. താങ്ങാൻ കഴിയുമോ സ്നേഹത്തിൻ്റെ സുഹൈല ബീവി? ഇല്ല, താങ്ങുകയില്ല. ലോകത്തിൽ ഒരു ഉമ്മക്കും ഇത് താങ്ങുകയില്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വീട്ടിലെത്തി. തന്റെ സ്നേഹത്തോടുള്ള വിളി വീണ്ടും കേട്ടു. സുഹൈല, ഓ സുഹൈല! ആ വിളി കേട്ടതോടെ സുഹൈല ബീബിയുടെ മനസ്സിന് ഒരു കുളിര് വീശി. അത് പ്രവാചക പ്രേമത്തോടുള്ള കുളിര്. അങ്ങനെ സുഹൈല ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം എടുത്തു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്നാൻ പോകുമ്പോൾ ഒരു ചോദ്യം, എവിടെ ജാബിർ, നിന്റെ മക്കൾ? ജാബിർ തങ്ങൾ സുഹൈല ബീവിയോട് ചോദിച്ചു. ഈശാമാച്ചാൻ പലരും നോക്കി. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് കേട്ട് ഒടുവിൽ ആ സത്യം വ്യക്തതയോട് പറഞ്ഞു. കണ്ണീരിൽ കൊതിച്ച ജാബിർ റളിയല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിച്ചു. എന്നാൽ ഞാൻ തന്നെ വിളിക്കാം. നബിന ജാബിറിന്റെ 2 മക്കളെ വരൂ. അത് അത്യത്ഭുതം! അവരുടെ കണ്ണിൽ അത് വിശ്വസിക്കാനേ അയച്ചില്ല. ചൊരയിൽ പൊതിച്ചോണ്ടിയ 2 മക്കൾ അനുസരണ മക്കളെ പോലെ എഴുന്നേറ്റു വരുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെ വിസ്മയിപ്പിച്ച വിരുന്ന സൽക്കാരം തീർന്നു. ജാബിർ റളിയല്ലാഹുവിന്റെ വീട് സാക്ഷിയായി. സുഹൈല ബീവിയുടെ ഈമാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല വർദ്ധിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.